ഇപ്പോൾ കേരളത്തിൽ പലരും ചോദിച്ചു കേരളത്തിൽ ഓടുമെന്നുള്ളതാണ്. കേരളത്തിൽ ഓടുന്നുള്ളതല്ല, മൊത്തത്തിൽ ഇത് ഓടണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയാണ്, ഓരോ ഗ്രാമത്തിൻ്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ള രീതിയിലേക്കുള്ളൊരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. ബാക്കിയാണെന്ന് പറഞ്ഞാൽ സ്പോയിലറായി പോകും പറയുന്നത്. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. അവരുടെ ലൈഫൊക്കെ കാണിച്ചിരിക്കുന്ന എങ്ങനെയുണ്ട്? ടോട്ടലി ഒരു നാടിന്റെ ലൈഫ് ടോട്ടലി കാണിച്ചിരിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ശരിക്കും ഒരു ചെറിയൊരു സ്ലോ പടം എന്നുള്ള രീതിയിലേക്കല്ല, എന്നാലും നമ്മളെ ആ ഒരു ഫിലിമിൻ്റെ ഉള്ളിൽ റൺ ചെയ്യിക്കുന്ന രീതിയിലൊരു കൊണ്ടുപോക്കുണ്ട്. നമ്മളതിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യാം. സിനിമ റഹ്മാൻ്റെ മ്യൂസിക് കൊള്ളാം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ സുമാറിൻ്റെ ഇപ്പോൾ ഒരു എടുത്തുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ പുഷ്പയുടെ ഒക്കെ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയില്ല. ആവറേജ് ഒരു പടമായിട്ട് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. അത് വെച്ചാൽ വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ. ബോമൻ റാണിയോടൊപ്പം, അതായത് ബോളിവുഡ് നടൻ്റെ ഒപ്പം ത്രൂ ഔട്ടായിട്ട് അതിലുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അടിപൊളി കാര്യം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഭയങ്കര മോട്ടിവേഷണലാണ്. അതായത് നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് സിനിമ നടക്കുന്നത്. എന്തായാലും നല്ലൊരു മാസ് പടമല്ല, പക്ഷെ നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നത്.